ഇന്ന് പരിശുദ്ധ നോമ്പിലെ 19-ാം ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഇത് സാധാരണ ഒരു പരിചയമോ അറിവോ അല്ല, പിന്നെയോ ആഴമായ അടുപ്പവും വ്യക്തിപരമായ സ്നേഹവുമാണ്. പണ്ട് കാലത്ത് ഇടയൻ ആടുകളെ മേയ്ക്കുക മാത്രമല്ല ചെയ്തിരുന്നത്, പിന്നെയോ അവൻ അവയുടെ ഇടയിലാണ് ജീവിച്ചിരുന്നത്. അതിനാൽ തന്നെ തൻ്റെ ആടുകളുടെ ബലഹീനതകളും പ്രവണതകളും മുറിവുകളും ഒക്കെ ഇടയൻ അറിയുന്നു. ഈശോ പറയുകയാണ്, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ അറിയുന്നത്. അവൻ നമ്മുടെ പോരാട്ടങ്ങൾ അറിയുന്നു, അവൻ നമ്മുടെ ഭയപ്പാടുകൾ അറിയുന്നു. ജീവിതത്തിൽ മറ്റാരും കാണാത്ത ആന്തരിക സംഘർഷങ്ങൾ അവൻ മാത്രം അറിയുന്നു. എന്നിട്ടും അവൻ നിങ്ങളെ തൻ്റെ സ്വന്തമെന്ന് വിളിക്കുന്നു. വീണ്ടും കുറെ കൂടി ശക്തമായൊരു കാര്യം ഈശോ ചൂണ്ടിക്കാട്ടുകയാണ്. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. അപകടം വരുമ്പോൾ നല്ല ഇടയൻ ഓടിപ്പോകുന്നില്ല. ആട്ടിൻകൂട്ടം അസൗകര്യമാകുമ്പോൾ അവൻ ഉപേക്ഷിക്കുന്നുമില്ല. അവൻ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ തെളിവാണ് ഈശോയുടെ പരിശുദ്ധമായ കുരിശ്. വീണ്ടും ഈശോ പറയുകയാണ്, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും. ഇടയൻ്റെ ഹൃദയം വിശാലമാണ്. അവൻ്റെ ദൗത്യം ഐക്യമാണ്. ആരും നഷ്ടപ്പെടരുതെന്നും ആരും ഒഴിവാക്കപ്പെടരുതെന്നും ഇടയൻ ആഗ്രഹിക്കുന്നു. നല്ല ഇടയൻ്റെ ജീവിതം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും കൂടിയുള്ളതാണ്, സാർവത്രികമാണ്. ഇവിടെ നമുക്കുള്ള ചോദ്യം വളരെ ലളിതമാണ്. ഈ നല്ല ഇടയൻ്റെ സ്വരം ഞാൻ ശരിക്കും തിരിച്ചറിയുന്നുണ്ടോ? ശബ്ദകോലാഹലങ്ങളും ശ്രദ്ധാവ്യതിചലനങ്ങളും വ്യാകുലതകളുമൊക്കെ നിറഞ്ഞ ഈ ഒരു ലോകത്ത് ഒരുപക്ഷെ എന്നെ വ്യക്തിപരമായി പേര് ചൊല്ലി വിളിക്കുന്ന ഈ നല്ല ഇടയൻ്റെ സ്വരം എനിക്കിപ്പോഴും കേൾക്കാനാകുന്നുണ്ടോ? തിരുവെഴുത്തുകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, സഭയിലൂടെ അവൻ ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിൻ്റേതായിരിക്കുക എന്നാൽ അവനെക്കുറിച്ച് അറിയുക എന്നതല്ല, പിന്നെയോ അവനിൽ ശരണപ്പെടുക, അവനെ പിന്തുടരുക. ഒരുപക്ഷെ പാത അനിശ്ചിതത്വമുള്ളതാകുമ്പോഴും അവനെ നയിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നാം ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നാം വിസ്മരിക്കപ്പെട്ടവരുമല്ല. നമുക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച നല്ല ഇടയൻ, അവൻ നമ്മെ പൂർണ്ണമായും അറിയുന്നു, നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ അന്വേഷിക്കുന്നു. അവൻ്റെ സ്വരത്തിൽ നമുക്ക് സുരക്ഷയും ഐക്യവും സമാധാനവും കണ്ടെത്താനാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.